ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് സിംപ്ലി കിച്ചണിലൂടെ ഒരു പഴംപൊരി റെസിപ്പിയാണ്. നല്ലൊരു സ്പേസി ആയിട്ടുള്ള ഒരു മസാല പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 1 കിലോ പഴത്തിനാണ് ഞാനിവിടെ ഈ ഒരു പഴംപൊരി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മാവ് നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഈ 2 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് പുട്ടുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ക്രിസ്പി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പുട്ടുപൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ആ ഒരു ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് സോഡപ്പൊടിയാണ് കേട്ടോ. സോഡപ്പൊടി നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പിഞ്ച് മതി. പിന്നെ അതുപോലെ തന്നെ ക്രഷ്ഡ് കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലൊരു ടേസ്റ്റിയാണ്. നമ്മൾക്ക് ഈ പഴംപൊരി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, അത് നിങ്ങളുടെ മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് നല്ല രീതിയിൽ നല്ല എരിവ് ഉണ്ടായിക്കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് കൂടുതലോ കുറവോ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഞാൻ ഉപ്പ് ചേർത്ത വെള്ളം തന്നെയാണ് ഒഴിച്ച് കലക്കി എടുക്കുന്നത്. നന്നായിട്ട് നമുക്കൊരു പഴംപൊരിയുടെ ബാറ്റർ പോലെ തന്നെ നമുക്കിത് അതേ ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ച് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ഒരു പഴംപൊരി കഴിക്കുന്ന ആ ഒരു ഫീലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണിത്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ് സംഭവം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂണോളം പഞ്ചസാര ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മധുരമൊന്നും ഈ മാവ് ഉണ്ടാവുകയില്ല ഇതിട്ട് കഴിഞ്ഞാലും, എന്നാലും നമ്മുടെ ഒരു പഴംപൊരിക്ക് നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഈ ഒരു രീതിയിൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇതിന് വേണ്ടി എടുത്ത ആ പഴം നല്ല മധുരമുള്ള പഴമായിരിക്കണം. അപ്പോൾ പുറത്ത് നല്ല എരിവും അതുപോലെ ഉള്ളിൽ നല്ല മധുരമായിട്ടാണ് ഈ ഒരു പഴംപൊരി, മസാല പഴംപൊരി നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് പഴം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ തന്നെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് നമുക്ക് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇത് എടുക്കാം. പെട്ടെന്ന് തന്നെ ആവും. ഞാൻ ഇതിനു വേണ്ടി എടുത്ത മുളക് അത്ര എരിവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് കുറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു പഴംപൊരി ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മുളക് എടുക്കുമ്പോൾ നല്ല എരിവുള്ള മുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലാണ് ഇത് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവുക. ഈ ഒരു പുട്ടുപൊടി ചേർത്തത് കൊണ്ട് നമുക്ക് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളൊരു നുള്ള് സോഡപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ അകവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിനു മുമ്പേ ഞാനൊരു തട്ടുകട സ്റ്റൈല് പഴംപൊരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആണെന്ന്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മസാല പഴംപൊരി നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.